പ്രവചന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ സ്ഥലം വളരെ പ്രധാനം. ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് ഇതര വസ്തുതകൾ ചിന്തിക്കാൻ. ഈ സ്ഥലത്ത് ഏതാണ്ട് ഒരു ചുറ്റുമതിലുണ്ട് യെരുശലേമിന് ചുറ്റും. 8 ഏക്കറോളം വരുന്ന യെരുശലേം എന്നറിയപ്പെടുന്ന നഗരത്തിന് ചുറ്റും ഒരു മതില്. ആ മതിൽ പലയാവർത്തി ഇടിഞ്ഞു പോയിട്ടുണ്ട്. ചിലർ അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്, നെഹെമ്യാവിനെ പോലൊക്കെയുള്ള ആളുകൾ. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ 8 വാതിലുകളുണ്ട്. 8 വാതിലുകളിൽ 7 വാതിലും തുറക്കാൻ കഴിയുന്ന വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം. 8ാമത്തെ വാതിലും തുറക്കാൻ കഴിയും വിധത്തിലായിരുന്നു നിർമ്മാണം. പക്ഷേ ഈ വാതിൽ അടഞ്ഞിട്ട് കൃത്യം പറഞ്ഞാൽ 2000-ത്തിലധികം, കൃത്യം പറയാനാവില്ല, 2000-ത്തിലധികം വർഷങ്ങളായി ആ വാതിൽ തുറന്നിട്ടേ ഇല്ല, അടഞ്ഞു കിടക്കുകയാണ്. ചിന്താർഹമായൊരു കാര്യം, ഈ വാതിൽ കിഴക്ക് വശത്തെ വാതിലാണ്. ഈ കിഴക്ക് വാതിൽ തുറക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, അത് തുറക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയി. 1919 ഡിസംബർ മാസം 9-ാം തീയതി ഈ സ്ഥലം, ഈ വാതിൽ പൊളിച്ച് അകത്ത് കുടുങ്ങിപ്പോയ ആളുകൾ ഇതുവഴി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി, വിജയിച്ചില്ല. 1963 ജൂൺ മാസം 5 മുതൽ നടന്ന 6 ദിവസത്തെ യുദ്ധത്തിലും ഈ സ്ഥലം, ഈ മതിൽ, ഈ പറയപ്പെട്ട കിഴക്കേ വാതിൽ പൊളിച്ചുകൊണ്ട് പുറത്തു കിടക്കാൻ പടയാളികൾ ഒരു ശ്രമം നടത്തി. അന്നും വിജയിച്ചില്ല. ഇതുവരെയും തുറക്കാനാവാതെ അടഞ്ഞു കിടക്കുന്ന ആ വാതിലിന് ഒരു പേര് പറയും, ഗോൾഡൻ ഗേറ്റ് അഥവാ സുവർണവാതിൽ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത് എന്ന ഒരു വാക്യത്തിലോടുകൂടി നമുക്കടുത്ത ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. ഈ വാതിൽ അനവധി വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നു. മനുഷ്യൻ ബുൾഡോസറുകൾ പോലെയുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. എളുപ്പത്തിൽ ഏതും ഇടിച്ചു നിരത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇന്നും ഈ സ്ഥലം മാത്രം ആർക്കും തുറക്കാനാവാതെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുന്നു. അതിന്റെ കാരണം യെസക്കേൽ പ്രവചനം 44-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യെസക്കേൽ 44:1, യെരുശലേമിന്റെ കിഴക്ക വാതിൽ എന്തുകൊണ്ട് അടഞ്ഞു കിടക്കുന്നു? വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അനന്തരം അവനെന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ വാതിൽക്കലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. എന്നാൽ ആ വാതിൽ അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ആ നിമിഷം യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. കാരണം മനസ്സിലാക്കല്ലോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇതിൽ കൂടി അകത്ത് കടന്നിരിക്കൊണ്ട് അത് അടച്ചിരിക്കണം, അത് തുറക്കരുത്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനത്തിന്റെ ആധികാരികത ദൈവമക്കൾ ഓർക്കണം. വർഷമിത്ര കഴിഞ്ഞിട്ടും ആർക്കും തകർക്കാനാവാത്ത ചങ്കുറപ്പോടെ അടയപ്പെട്ട വാതിൽ ഒരു കാര്യം വിളിച്ചു പറയുന്നു, ആർക്കും ഇത് തുറക്കാൻ സാധിക്കില്ലെങ്കിലും താമസം വിനാ ഇത് തുറക്കും. ആരാണ് തുറക്കുക എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, അജയ്യനായ ദൈവത്തിന്റെ പുത്രന് വേണ്ടി മാത്രം കിടക്കുന്ന ഈ കതക് ഉലകത്തോടൊരു കാര്യം വിളിച്ചു പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, അത്ഭുതമന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, നിത്യതയുടെ പിതാവായവൻ, ഈ ദേശം ഉലകം മുഴുവൻ ഭരിക്കുന്ന ദൈവം സർവഭൂമിക്കും രാജാവായി മാറുന്ന മനോഹര നിമിഷം കാത്ത് ആ വാതിലിങ്ങനെ കിടക്കുക, അവന്റെ കാൽപ്പെരുമാറ്റം കേൾക്കാൻ.